ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അല്ലേ. അതായത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ മഴ വ്ളോഗ് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, എസ്പെഷ്യലി ഞങ്ങളുടെ ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സൊക്കെ. അപ്പം ഈ സമ്മറല്ല, ഇന്ന് ആക്ച്വലി ആ മഴ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് മാറിയിരുന്നു. നല്ല കിട്ടിക്കൻ സ്കൈ ഒക്കെ ആയി കണ്ടോ, സൂപ്പർ സ്കൈ ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ലൊരു വെതറാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയതാ. ഞങ്ങൾ രണ്ടും ഷോപ്പിംഗ്. അപ്പം ഞങ്ങളുടെ സ്മോൾ ഡേ ഇൻ എ ലൈഫ് കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ ഡേ ഇൻ എ ലൈഫ് അല്ലേ, ഡേ ഇൻ എ ലൈഫ് റൈറ്റ്. അപ്പം ഞങ്ങൾ കടയിലോട്ട് പോവാ. ഞങ്ങൾ കാർ എടുക്കുന്നത്, നമ്മൾ ഈ ചെറിയ കാർ എടുക്കുന്നുണ്ട്. നടന്നല്ല പോകുന്നത്, നമുക്ക് കാറിൽ പോകണം. നമുക്ക് സാധനങ്ങൾ മേടിക്കട്ടെ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോണേ, ചെറിയ കുഞ്ഞു സാധനങ്ങൾ. ഓക്കെ, അപ്പം ഞങ്ങളെ ജസ്റ്റ് ചെറിയ 2-3 കാര്യങ്ങൾ മേടിക്കണം ഞങ്ങൾക്ക്. അപ്പം അതിൻ്റെ ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ്. അപ്പം ഞങ്ങൾ ചുമ്മാ എന്നാൽ പിന്നെ ഇന്നലത്തെ ആ ഒരു മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല വെതറായി. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നല്ല കിഡിലൻ വെതറായി കണ്ടോ. നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വെതറാണ് ഇന്നത്തെ ഇത്. കണ്ടോ, സൂപ്പർ അല്ലേ ഇത്? കണ്ടോ, ഈ സ്കൈ ഒക്കെ ഇന്ന് കിട്ടിക്കാനായിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അങ്ങ് ദൂരെ നോക്കുവാണെങ്കിൽ നമുക്ക് മഞ്ഞുമലയൊക്കെ ഉണ്ട്. പക്ഷെ വെയിൽ അടിക്കുന്നതുകൊണ്ട് പ്രോബ്ലി കാണാൻ പറ്റത്തില്ലായിരിക്കും. സ്റ്റിൽ ഐ വിൽ ട്രൈ ടു ഷോ യു. നമ്മൾ അവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത്, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇതുണ്ട്, ഞാൻ ആക്ച്വലി ഇന്നലെ ഇവിടുത്തെ ആ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇറങ്ങിയത്. പക്ഷെ ആ ഇവ കരഞ്ഞപ്പോഴത്തേന് ഒന്നും നടന്നില്ല. ഇവിടെ വെച്ചാണ് ഇവ കരഞ്ഞതും പരിപാടികളൊക്കെ ആയിട്ട്. കണ്ടോ, ഇവിടെ കിടന്ന് അലമ്പ കണ്ടോ, ഇവനെ ഇറക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി കിടന്നു. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ മഴയത്ത് വെള്ളം കയറി കഴിയുമ്പോഴത്തേന് ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ വെള്ളം അങ്ങ് ഈ ഫ്ലഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് ഈ റെസിഡൻഷ്യൽ ഏരിയാസിലോട്ട് ഫ്ലഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ട്. അപ്പം മഴവെള്ളം വരുമ്പോൾ നേരെ ഇവിടെ വന്നിട്ട് നല്ല രസമാണ് അപ്പം അന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പം ഇവ അലമ്പാവുന്നതിന് മുമ്പേ ഇവിടെ നമുക്കൊരു പാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചെറിയ കടയിലോട്ട്, ഇത് നല്ല കിട്ടുക്കൻ വെതറായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തി. ഇവന് ഇപ്പം ഈ കടയിലൊന്നും പോകാൻ പറ്റില്ല, വേറെ ഏതോ കടയിൽ പോകണം. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ കെമിസ്റ്റ് വെയറസ് എന്ന് പറഞ്ഞ കടയിലൊന്ന് ജസ്റ്റ് കയറണം. ഇത് ആക്ച്വലി ഇവിടുത്തെ ഈ നമുക്ക് ഇപ്പം മെഡിസിൻസ് മേടിക്കണമെങ്കിലൊക്കെ നമുക്ക് ഇവിടുന്നൊക്കെയാണ് മേടിക്കാറ്. നമ്മളിവിടെ കുറച്ചും കൂടെ ചീപ്പറായിട്ടൊക്കെ മെഡിസിൻസും ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാലും നമ്മളിവിടെ വന്നിട്ടാണ് നമ്മുടെ ഒരു ഫാർമസി പ്ലസ് ഓൾ ഇൻ ഓൾ നമ്മുടെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മളങ്ങനെ വന്നായിട്ട് ഇതുണ്ട്. ഇതൊരു മേജർ ഇവിടെ ഹോൺബി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു മേജർ ടൗണാണ്. അപ്പോൾ നമ്മളവിടെ വന്നേക്കും. അപ്പം ജസ്റ്റ് ഒരു സാധനം മേടിക്കാൻ വേണ്ടി കണ്ടു. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് ഇവിടെ വന്നപ്പോഴത്തേനും സാധനം കണ്ടുപിടിച്ച് ഇതിന് ബ്ലൂയിൻ്റെ ഇത് കിട്ടിയുണ്ടോ. ഇതെന്താ ഇത്? ഓ നൈസ്, സീരിയസ്ലി അത് വേണോ? ഓക്കെ കം. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു പെർഫ്യൂം മേടിക്കാൻ വേണ്ടി വന്ന ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എവിടെയാണ്? അവിടെയല്ലേ, അവിടെയാണ്. അപ്പോൾ നമ്മളൊരു പെർഫ്യൂം മേടിച്ചു. ഇവനൊരു എന്താ മേടിച്ചേ? ബ്ലൂബി. ഓക്കെ കം. നമ്മൾ പേ ചെയ്യാം. അവിടുന്ന് പിന്നെ കിൻഡർ ജോയ് എടുത്തു അല്ലേ. വൈ ലൈക്ക് ഇറ്റ്? ഒന്നും മിണ്ടത്തില്ല, കാരണം പറയാതെ എടുത്തേക്കുന്നതാണ്. ഇവ ഭയങ്കര ഹാപ്പിയായി ഇപ്പം അല്ലേ. ഇവ ഹാപ്പി ആയോ? സുഷി ഷോപ്പിലാണോ? സുഷി ഷോപ്പ്. സുഷി വേണോ? വീട്ടിലോ? വീട്ടിലല്ല, നമുക്ക് മറ്റേ സാധനം മേടിച്ചിട്ട് പോകാമോ? ആ പോട്ടെ ചെല ആയിക്കോട്ടെ. വീട്ടിൽ പോവാം. നടക്ക. അവിടുന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ അപ്പോൾ ഇവിടെ വേറൊരു ഇതൊക്കെ ഒരു ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ഒരു ബാപ്റ്റിസം ഉണ്ട്. അപ്പോൾ അതിന് ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു സാധനം കൂടെ മേടിക്കണം. അപ്പോൾ ഇതൊക്കെ ഓരോരോ കടോസാണ്. ഇവിടുത്തെ ലൈക്ക് ബ്രിസ്കോസ് എന്നൊക്കെ പറഞ്ഞ ഹോം വെയർസ് ഒക്കെ കിട്ടുന്നത്. ഈ ചെറിയ പാത്രങ്ങൾ, തുണി, ചെറിയ കിച്ചൺ ഐറ്റംസ്, കാര്യങ്ങൾ, അങ്ങനത്തെ ലൈക്ക് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മിക്ക സാധനങ്ങളും ഇവിടെ കിട്ടും. കണ്ടോ, ലൈക്ക് എന്താ കണ്ടോ, നമുക്ക് കോഫി മെഷീൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടും. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വെയർ ഹൗസ് ഒക്കെ ഉണ്ട്. സൂപ്പർ നല്ലൊരു ഏരിയ കേട്ടോ. അപ്പം ചുമ്മാ ഒരു ഡെയിലി വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പോകേണ്ടത് ഇവിടെ ഒരു
ബേബി ഫാക്ടറി ഉണ്ട്. ബേബി ഫാക്ടറി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നമ്മളിന്ന് ഇവിടെയാണ് പോകുന്നത്, പക്ഷേ പാർക്കിംഗ് ഇല്ല, ഒരു രക്ഷയില്ല. കാരണം ഫുള്ളാണ്. അതായത് ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരെല്ലാം വന്നിട്ടേ നമുക്കിവിടെ പാർക്കിംഗ് ഇല്ലാത്ത അവസ്ഥയായി. ആൾക്കാരെല്ലാം വെളിയിലോട്ട്. ഇന്നൊന്ന് വീക്കെൻഡ്, നല്ല വെതർ, അപ്പോൾ എല്ലാവരും ട്രിപ്പ് അടിക്കുന്നതൊക്കെ ഒരു ടൈമാണ്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഈ ക്രൈസ്റ്റ് ചർച്ച് കാണാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുവേ. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. എന്തിനാ ഒരു പാർക്കിംഗ് നമുക്ക് കിട്ടി. ഇവനാ ഒരു കിൻഡർ ജോയ് കഴിക്കണോ? കിൻഡർ ജോയ് കിട്ടിയപ്പോൾ തന്നെ ഇവ സെറ്റായി. ഇവന് കിൻഡർ ജോയ് ആയിരുന്നു വേണ്ടേ. ഇവ ഒരു ദിവസം പ്രശ്നം വെച്ചാല് ഈ ന്യൂസിലാൻഡിൽ കിട്ടുന്ന കിൻഡർ ജോയ് ഈസ് ഡിഫറെന്റ് ദാൻ നമ്മുടെ UAE കിട്ടുന്ന കിൻഡർ ജോയിന് അപേക്ഷിച്ച്. കേരളയിലും UAE എല്ലാം നമുക്ക് ഡിഫറെന്റ് കിൻഡർ ജോയ് കിട്ടുന്നത്. അതായത് വേറൊരു ടൈപ്പ് ഓഫ് കിൻഡർ ജോയ് ആണ് ഇവിടെ. വേറെ ഡിഫറെന്റ് കിൻഡർ ജോയ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഒരു ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനാ ഇവ ഫുള്ള് കരച്ചില്ല അല്ലേ? ഇവ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ദുബായിലെ പോലത്തെ ഇല്ല കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കിൻഡർ ജോയ് തപ്പി ഇറങ്ങി. അപ്പം എനിക്കറിയില്ലായിരുന്നു ദുബായിലെ പോലത്തെ കിൻഡർ ജോയ് ഇവിടെ കിട്ടില്ല എന്ന്. ഇപ്പം ഇവന് ആ കിൻഡർ ജോയ് കാണിച്ചേ. ഇവന് ഈ കിൻഡർ ജോയ് ഇവന് ഇഷ്ടമല്ല. ഇത് വേറെ ടൈപ്പ് കിൻഡർ ജോയ്. അപ്പം ഇവന് മറ്റേ കിൻഡർ ജോയ് ആണ്. മറ്റേ കിൻഡർ ജോയിൽ നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാമെന്ന്. ഇത് ജസ്റ്റ് എന്തോ ഒരു എക്സെല് പോലെ അതിൻ്റെ അകത്ത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചേക്കോ. അത് ഡിഫറെൻറ്റ് ടൈപ്പാണ് അല്ലേ? ഇവ കാണിച്ചത് ഇങ്ങനെ നോക്കട്ടെ, കാണിച്ചു നോക്കട്ടെ. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അല്ലേ കണ്ടോ, ഒരു എക്സെല് പോലെ അതിൻ്റെ അകത്ത് കണ്ടോ. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഈ കാണുന്നത് ടോയാ, ഈ യെല്ലോ. അപ്പം അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് മെയിൻ അഡ്വാൻറ്റേജ്. അതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചോക്ലേറ്റ് ഒന്നുമില്ല. ചോക്ലേറ്റ് കുറവാണ്. ട്രോളിയോ ഒന്ന് ഓടി നോക്കി. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു കടയിലോട്ട് വന്നതാണ് ജസ്റ്റ് എന്തെങ്കിലും ഒരു ബേബിക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി. അപ്പം ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ട്രോളിയോ ഒന്ന് ഓടി നോക്കി. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു കടയിലോട്ട് വന്നതാണ് ജസ്റ്റ് എന്തെങ്കിലും ഒരു ബേബിക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി. അപ്പം ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട്. സത്യം പറഞ്ഞ പെട്ട് കേസ്. അതായത് ഒരു കൊച്ചിനൊരു സാധനം മേടിക്കാൻ വന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ ഏജും എനിക്കറിയില്ല. ബാപ്റ്റിസമാണ്, പക്ഷേ കുഞ്ഞ് എത്ര മന്ത് ഓൾഡാണെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ആ കൂടെ പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് മേടിക്കണം എന്നറിയാതെ ഇങ്ങനെ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ടു ഡു? എനി സജഷൻസ് പ്ലീസ് കമൻറ്റ്. ഓക്കെ, ഇവനിപ്പം പേഷ്യൻസ് നഷ്ടപ്പെട്ടു. ഇവനെ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മേജർ ഷോപ്പാണ്. ലൈക്ക് ഈ കിച്ചണൊക്കെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ പല സാധനങ്ങളും തപ്പി ഇവനൊരു ഡോളിനെ വെക്കാനായിട്ടൊരു ട്രോളി വേണമെന്നൊക്കെ പറഞ്ഞു. എനിവേ അവരപ്പം ഞാൻ ഒരു സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് ഇല്ല. അപ്പം അത് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കോ. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്ക് സാധനം കിട്ടിയിരിക്കുവാണ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. വീട്ടിൽ പോകുന്നതിന് മുമ്പേ ചെറിയൊരു സംഗതിയുണ്ട്. ഇവിടെ നല്ല മഞ്ഞുമലയൊക്കെ ലൈക്ക് ഇന്നലത്തെ ആ മഴയോട് കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞ് ആയിട്ടുണ്ട്. അപ്പം ലിഫ്റ്റിൽ പോകും. അപ്പോൾ നമ്മൾ അവിടെ അതിൽ കയറാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. അപ്പോൾ എനിക്കങ്ങനെ ഉറപ്പില്ല. ലെറ്റ് മി ഗിവ് എ ട്രൈ. ഓക്കെ, അപ്പം നമുക്കങ്ങനെ ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പാർക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുക. അപ്പം അതായത് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വ്യൂ കിട്ടും. ആകെ ഒരു ഫ്ലോറേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ചുമ്മാ ഒരു സ്മോൾ വ്യൂ പോയിന്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അത് ഇന്നലെ പോയത് നമ്മൾ ഡിഫറൻസ് സ്ഥലത്തോ. ഇതുകൊണ്ടോ മഴ വരാനുള്ള, പിന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുകൊണ്ടോ മഴ വരാനുള്ള ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. അവിടെ എല്ലാം ഫുള്ളി ക്ലോസ്ഡ് ആണ്, ഫെൻസ് വെച്ചിട്ടേ. അപ്പോൾ നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച സാധനം കാണാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ലെറ്റ് മീ ട്രൈ. ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവനിപ്പോൾ ഷോപ്പിൽ പോകണം. ഷോപ്പിലൊന്നും പോകണില്ല, നമ്മൾ വീട്ടിൽ പോവാം. ഞാൻ ജസ്റ്റ് നമുക്ക് മഞ്ഞുമല കാണിച്ചിട്ട് നമുക്ക് മറ്റേ ഇവിടെ പോകണ്ടേ, പരിപാടിക്ക് പോകണ്ടേ.
അപ്പം അങ്ങനെ ഞങ്ങളെ ഇവിടെ അവിടെ കൊണ്ട് ഞാൻ ആക്ച്വലി ദൂരെയാണ് കൊണ്ട് പാർക്ക് ചെയ്തത്. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നേ. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നേക്കോ. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ആ കഴിഞ്ഞ ദിവസത്തെ നല്ല മഴയൊക്കെ പെയ്തപ്പോഴത്തേന് അങ്ങറ്റത്ത് മഞ്ഞുമല കണ്ടോ, കണ്ടോ മഞ്ഞുമലയായിട്ടുണ്ട് കണ്ടോ. നമ്മളുടെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് നമുക്കൊരു 1.5 മണിക്കൂർ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തെ നല്ല മഞ്ഞ് മലകൾ കിട്ടും. സോ അതാണിത് കണ്ടോ, അടിപൊളിയല്ലേ. ഇവ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇതാണ് അവിടുന്ന് അത് ഇങ്ങനെ ഫുള്ളിങ്ങനെ കിടക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം നേരത്തെ നമ്മൾ വന്ന ആ കെമിസ്റ്റ് വെയർഹൗസ് ആണത്. അപ്പോൾ ഇത് നമുക്ക് അവിടുന്ന് നല്ല വ്യൂ കിട്ടും, നല്ല രസമാണ്. പക്ഷെ അത് ആ ഭാഗത്തോട്ട് ഇവിടുന്ന് ഇങ്ങനെ കിടക്കുക കംപ്ലീറ്റ്. അവിടെ എല്ലാം ഫുൾ ആ മലയാണ്, എന്താ അറ്റത്തെല്ലാം ഉണ്ട് കണ്ടോ. പക്ഷെ അത് ഇവിടുന്ന് ക്ലിയർ അല്ല, അവിടെ എല്ലാം മഞ്ഞ. പക്ഷെ ആ ഒരു ഡോൺ ആകുമ്പോഴത്തേന് ആ വെയിൽ നന്നായിട്ട് അതിലേക്ക് അടിച്ചു കഴിയുമ്പോൾ ആ ഒരു ഭംഗി വരത്തുള്ളൂ കണ്ടോ. കണ്ടോ അവിടെ ആ ഒരു വെയിൽ കറക്റ്റായിട്ട് അടിക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗിയുണ്ട് കണ്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ക്രൈസ്റ്റ് ചർച്ചിലെ മഞ്ഞ് പതുക്കെ വന്നു തുടങ്ങുന്നു. ഇറ്റ്സ് ഗോയിങ് ടു ബി വിൻ്റർ, കം ഓൺ. പക്ഷേ ഇത് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഒന്ന് കണ്ടോ, അവിടെ നമുക്ക് അപ്പുറത്ത് വേറെ അവിടെ വേറെ ഒരു മലയുണ്ട് കണ്ടോ, അപ്പുറത്തെ സൈഡിൽ കണ്ടോ. അതാണ് കാശ്മീർ ഹിൽസ്, അത് ഓർ പോർട്ട് ഹിൽസ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മുകളിൽ കണ്ടോ, അതിൻ്റെ മുകളിലൊരു റേഡിയോ സ്റ്റേഷനുണ്ട്. ആ റേഡിയോ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട്. കാർ ഓടിച്ച് നമുക്ക് അവിടെ വരെയൊക്കെ പോകാം. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. ചെറിയൊരു വ്ളോഗായിരുന്നു. നമ്മൾ സാധനങ്ങൾ മേടിച്ചു, അവിടുന്ന് ഇത് മേടിച്ചു. വളരെ സിമ്പിൾ. ഓക്കെ, ചെറിയൊരു ഡെയിലി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ. വേറെ ഇവു ബോറ ബിക്കോസ് ഇവുവിന് ഷോപ്പിൽ കയറണം. ഷോപ്പിൽ ചുമ്മാ കയറി വെറുതെ കാശ് കളയാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. Why are you sad, Ivu? ഇവ ഷോപ്പിൽ നമുക്ക് എപ്പോഴും പോവാൻ പറ്റില്ല. ഷോപ്പില് എന്തിനാ ഷോപ്പിൽ പോന്നേ? ഇതെന്തിനാ പിന്നെ മേടിച്ചേ? ഇപ്പൊ ഷോപ്പിലല്ലേ പോയത്? ടൂത്ത് ബ്രഷ്. എത്ര ടൂത്ത് ബ്രഷ് ഉണ്ട് ഇവനിപ്പം പറഞ്ഞേ? എപ്പ കണ്ടാലും ഓരോ ടൂത്ത് ബ്രഷ് മേടിക്കും. എന്നിട്ട് പല്ല് കാണിച്ചേ. എന്നിട്ട് പല്ലിന്റെ അകത്ത് യെല്ലോ കളർ ഉണ്ടല്ലോ. അതെന്താ? ഡേർട്ട്. ഇതൊക്കെ പല്ല് വെച്ചാൽ മതി. ആദ്യം പല്ല് വെക്കാം, ആദ്യം ഇത് വെച്ച് പല്ല് വെക്കാം. അപ്പൊ ശരി ഗൈസ്, ബൈ പറ. ബൈ എവരിവൺ. ബൈ.